കോട്ടാങ്ങൽ പഞ്ചായത്തിൽ UDF പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണച്ചതുകൊണ്ടാണ് രാജി. കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ഭരണം UDF-ന്. കോൺഗ്രസിലെ റോബിൻ പീറ്ററാണ് അധ്യക്ഷൻ. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, കോട്ടാങ്ങലിൽ കാര്യങ്ങൾ പന്തികേടാണെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. SDPIയുടെ പിന്തുണ കൊണ്ട് ഒരു പ്രസിഡന്റ് സ്ഥാനം വേണ്ട എന്ന് കോൺഗ്രസും UDF-ഉം തീരുമാനിക്കുമ്പോൾ ആരാകും കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്? ഉടനെ സുജി, അത് തന്നെയാണ് ഇപ്പോൾ ഏവരിലും ആകാംക്ഷ ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ അവിടെ വളരെ വാശിയേറിയ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. കാരണം അവിടെ UDF-ഉം BJP-യും 5 സീറ്റുകൾ വീതം നേടി തുല്യ നിലയിലായിരുന്നു. LDF-നാകട്ടെ ആകെ 1 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ SDPIക്ക് 3 സീറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ SDPIയുടെ പിന്തുണ ആർക്ക് ലഭിക്കും എന്ന ഒരു ആകാംക്ഷയാണ് ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. SDPI നേതൃത്വം ഒരു തീരുമാനമെടുക്കുകയും SDPIയുടെ 3 അംഗങ്ങൾ UDF-നെ പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെ UDF-ലെ ശ്രീദേവി അവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF-ന് അവരുടെ 5 അംഗങ്ങൾക്ക് പുറമെ SDPIയുടെ 3 സീറ്റുകൾ അതിനെ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങളുടെ വോട്ട് കൂടി ലഭിച്ചു. അങ്ങനെ 8 വോട്ട് UDF-ന് ലഭിച്ചു. അങ്ങനെ ശ്രീദേവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്ത ഏതാനും നിമിഷങ്ങൾക്കകം UDF-ന്റെ പ്രതിനിധി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി രാജിവെച്ചു. മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചത് SDPIയുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അങ്ങനെയാണ് രാജിവെച്ചത്. SDPIയുടെ മത്സരം ഇനിയിപ്പോൾ SDPI നേരിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. 3 അംഗങ്ങളേ ഉള്ളൂ, പക്ഷേ അത് ഒറ്റയ്ക്ക് മത്സരിക്കും, കരുത്ത് തെളിയിക്കുമെന്നാണ് പറയുന്നത്.